ഹായ് ഗൈസ്, ഞങ്ങൾ പൂരത്തിന് പോവാണ് കേട്ടോ. കണ്ണേങ്കാവ് പൂരം അടിപൊളിയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ബാക്കി യാത്രകൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഈ പൂരം നടക്കുന്നത് എടപ്പാളിലാണ് കേട്ടോ. എടപ്പാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് തിരൂർ ഭാഗത്താണ്. ഇവിടെ നിന്ന് അത്രയും ലോങ് എത്താനുള്ള ഒരു സമയം ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞാനും മക്കളും പിന്നെ അനിയൻ്റെ വൈഫ്, അനിയൻ്റെ മകളുണ്ട്. ഇതെൻ്റെ മകനാണ്. അനിയൻ്റെ മകളതാ ഫാറൂസ്, ലച്ചുമോൾ, അച്ചുമോൻ, പിന്നെ അനിയത്തിയുണ്ട്. അനിയത്തിൻ്റെ അനിയൻ, ഇതാണ് അനിയൻ കേട്ടോ. അനിയനാണ് ഡ്രൈവർ. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൈവേയിലൂടെ പോകുന്ന യാത്രേനെ കുറിച്ചിട്ട് പറയാൻ വാക്കുകളില്ല കേട്ടോ. നല്ല അടിപൊളി പ്രകൃതി മനോഹരമായ കാഴ്ചകളിലൂടെ കണ്ട് ആസ്വദിച്ച് പോകും. ഹൈവേ വന്നാൽ നമുക്കത് വളരെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളുള്ള കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങളങ്ങനെ അനിയത്തിയുടെ വീട് എടപ്പാളാണ്. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പൂരത്തിന് പോവുക. ഓക്കെ, ബാക്കി പൂരത്തിൻ്റെ കാഴ്ചകൾ. ഞങ്ങൾ അമ്പലത്തിലെത്തി. എന്താ പൂരത്തിന് ആനയൊക്കെ ഉണ്ട് കേട്ടോ. 5 ആന ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള തിടമ്പെടുത്ത് കുടയൊക്കെ ചൂടി നെറ്റിപ്പട്ടൊക്കെ അണിഞ്ഞ് 6 ആനകൾ. നല്ല അടിപൊളി വൈബായിരുന്നു കാണാൻ. സത്യം പറഞ്ഞ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ആനയുടെ ഉത്സവത്തിന് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം എപ്പോഴാണ് ആനയ്ക്ക് മതിളകാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓടേണ്ടി വരില്ലേ, കുട്ടികളും ഉണ്ട്. അങ്ങനെ ആനകളൊക്കെ കണ്ടു. അങ്ങനെ അതിനിടയിലൂടെ കരിങ്കാളികൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ കരിങ്കാളിത വന്നു. ഫസ്റ്റ് ഈ തറയുടെ മുന്നിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവിടുത്തെ പീഠത്തിൻ്റെ അരികിൽ വന്ന് അവിടെ നമസ്കരിച്ച് അവരുടെ കയ്യിലുള്ള ഒരു പൂ പോലത്തെ ഒരു സാധനമുണ്ട്, നമ്മുടെ ഓല കൊണ്ടുണ്ടാക്കിയത്. അതവിടെ ഫസ്റ്റ് സമർപ്പിക്കും. എന്നിട്ട് ഇത് വലം വെച്ച് അവരുടെ കയ്യിൽ കോഴി ഉണ്ടാവും. അതിന് കുരുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ് കേട്ടോ. അങ്ങനെ പച്ചയ്ക്ക് കുരുതി കൊടുത്ത് അവർ പച്ച ചോര കുടിക്കും കരിങ്കാളി. അത് കാണാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞങ്ങൾ ഇത്രയും ദൂരം പോയത്. ആ കരിങ്കാളിയുടെ ആ ഒരു ഇത് ഭയങ്കര ഒരു നമ്മളങ്ങനെ ഇരുത്തുന്ന ഒരു പരിപാടി. അത് അവരെ കയ്യിൽ കോഴിയുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇപ്പോൾ ഒന്ന് വലം വയ്ക്കും. എന്നിട്ട് തിരിച്ചവിടെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ട് കോഴീനെ അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കും. കാണാൻ ഭയങ്കര പേടിപ്പെടുത്തുന്ന രൂപമാണ് കരിങ്കാളി കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുറേ എണ്ണത്തിന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പേടിയൊക്കെ എങ്ങോട്ടോ പോയി. അതവർ വേറെയും വന്നിട്ട് 2 എണ്ണം. ഫസ്റ്റ് വന്നത് ഇതാ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ്. മറ്റവരത് ഇനിയിപ്പോൾ വയ്ക്കാൻ പോവും. അങ്ങനെ എന്താ കോഴീനെ മറ്റേ ആൾക്ക് കോഴീനെ കൊടുക്കുകയാണ്. കരിങ്കാളി കയ്യിൽ നിന്ന് കോഴീനെ മേടിച്ചു. ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും കണ്ടോളൂ. നല്ല ക്ലിയർ ഇല്ലെങ്കിലും ഉള്ള രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കരിങ്കാളികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവർ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പുറകിലേക്ക് മാറി കൊടുക്കണം. കാരണം അവർക്കത് ചുറ്റാനുള്ള സ്പേസ്, അത്ര കുറച്ച് സ്പേസ് ചുറ്റാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ ആളുടെ തിരക്ക് കൊണ്ട് നമുക്ക് അത് ചുറ്റാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയും ജനത്തിരക്കായിരുന്നു കേട്ടോ. അതാ അയാൾ അത് മുറിച്ചു. കോഴിയുടെ തല കുരുതി കൊടുത്ത് അതതിനെ വായയിലിട്ട് കടിച്ച് പിടിച്ചിരിക്കുകയാണ് കരിങ്കാളി. അതെനിക്ക് ക്ലിയറായിട്ട് കിട്ടാൻ പറ്റില്ല. കാരണം വേറെ 2 കരിങ്കാളിയും കൂടെ വന്നപ്പോൾ അറക്കുന്ന സീൻ എനിക്ക് മിസ്സായി പോയി. പക്ഷേ അയാളിപ്പോൾ തുള്ളിയിട്ട് അയാളെ കോഴീനെ വായിൽ നിന്ന് വലിച്ചെറിയുന്ന ഒരു സീനുണ്ട്. ഭയങ്കര പേടിപ്പെടുത്തുന്നതും പക്ഷെ എന്നാൽ നമുക്കൊരു എന്താ പറയുക, കാണാനൊരു ആകാംക്ഷയും തോന്നുന്ന ഒരു തരം എന്താ പറയുക, ഒരു തരം ചടങ്ങ്. അതാ കോഴീനെ അയാൾ അറക്കുകയാണ്. മുറിച്ചു. കണ്ടോളൂ ഗൈസ്. അതാ അടിപൊളിയല്ലേ. ഇപ്പോൾ അയാളിങ്ങനെ തുള്ളാൻ തുടങ്ങും. കോഴീനെയും കൊണ്ട് തുള്ളി. ചിലവർ ഇത് വലം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ തറ കോഴീനെ പിടിച്ചിട്ട് ചില കരിങ്കാളികൾ ചിലപ്പോൾ സമയപരിമിതി കൊണ്ടാണോ എന്താണെന്നറിയില്ല, ചിലവർ അവിടെ നിന്ന് തന്നെ തുള്ളി അത് കോഴീനെ ഉപേക്ഷിച്ച്
വാൾ സമർപ്പിച്ചിട്ട് തിരികെ പോവുകയാണ് ചെയ്യുക. വാളവിടെ സമർപ്പിച്ച് മാലയൊക്കെ ഊരി വെച്ച് അതോടുകൂടി അവരെ ചടങ്ങ് കഴിഞ്ഞു. പിന്നെ അവർ തിരിച്ച് അവർ വന്ന ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് അത്ര അതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞോടുകൂടി പിന്നെ കരിങ്കാളികളുടെ ഒരു വരവായിരുന്നു കേട്ടോ. ഏകദേശം 2000-ഓളം കരിങ്കാളികളാണ് ഈ ഉത്സവത്തിന് പങ്കെടുക്കുക എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം, അവിടെ അന്വേഷിച്ചിടത്തോളം അറിഞ്ഞത്. ഒരാൾ ഫോൺ നോക്കിയ ഒരു കരിങ്കാളിയാണ് ഈ പോകുന്നത്. അവർ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് പോവാണ്. അങ്ങനെ ഇതാ അമ്പലത്തിൻ്റെ ഗോപുരമാണ് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗോപുരം. ഇത് അനിയത്തിയുടെ അമ്മയാണ് കേട്ടോ. അത് ലൈറ്റ് കത്തും രാത്രി സമയത്താണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം. നല്ല ലൈറ്റ് കത്തിയിട്ടുള്ള നല്ല അടിപൊളി വൈബായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ആ വർക്ക് ചെയ്തത് കാണാൻ. ലൈറ്റിൽ നല്ല ഭംഗിയുണ്ട്. ഇതാണ് അമ്പലം. ഓക്കെ, അങ്ങനെ ഞങ്ങളവിടെ മൊത്തം ചുറ്റി കണ്ടു. അതാ ഒരുപാട് കരിങ്കാളികളെ കണ്ടു. അങ്ങനെ നല്ല കളിപ്പാട്ടങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിൽപ്പനക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കേട്ടോ കരിങ്കാളി വരിക. നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നതിന് നമ്മളെ ബാക്കിൽ കൂടെ ഒക്കെ വരും. അതൊക്കെയായിരുന്നു പേടി മക്കൾക്ക്. അങ്ങനെ ഞങ്ങൾ ആ കരിങ്കാളി പോകുന്നുണ്ടപ്പോൾ ഇനി അവിടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടോ എന്നറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പതുക്കെ നടന്നു. അങ്ങനെ ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ നടന്നു. അവിടെ ഉത്സവപ്പറമ്പിൽ മൊത്തം ഞങ്ങൾ നല്ല രീതിയിൽ നടന്നു. അനിയത്തിയുടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വൈഫ്, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് പോയത്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതോ ഇവിടെ ഒരു കരിങ്കാളിയുടെ വലിയൊരു പ്രതിമ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് അവർ നമസ്കരിക്കലും തുള്ളലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു പ്രതിമ കാണാൻ. ശരിക്കും ഒരു ഒറിജിനൽ കരിങ്കാളി അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ജീവനുള്ളൊരു കരിങ്കാളിയുടെ രൂപം പോലെയാണ് തോന്നിയത്. അതാ അടുത്ത കരിങ്കാളി വരുന്നുണ്ട്. ഇങ്ങനെ മിനിറ്റുകളല്ല സെക്കൻഡുകൾ വെച്ചിട്ടായിരുന്നു കരിങ്കാളികൾ വന്നുകൊണ്ടിരുന്നത്. ചിലതിൽ 1 ഉണ്ടാവും, ചിലതിൽ 2 എണ്ണം, ചിലതിൽ 10 എണ്ണം, 15 എണ്ണം, അങ്ങനെ ഒരുപാട് എണ്ണം കൂടുതലുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരിതാ ഫസ്റ്റ് അവിടെ തറേൻ്റെ അങ്ങോട്ടാണ് പോണത് കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൂരപ്പറമ്പിൽ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒരു സർക്കസിൻ്റെ ഇത് കണ്ടു. പക്ഷേ ഞങ്ങൾ ചെന്നതും ലാസ്റ്റ് സ്റ്റേജായിരുന്നു. അതുകൊണ്ട് എന്താ പ്രകടനം എന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ അവർ പൈസ പിരിക്കുന്ന സമയത്താണ് ഞങ്ങളങ്ങോട്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു വലിയ മൂത്ത കരിങ്കാളി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കരിങ്കാളി വന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ തറയുടെ അങ്ങോട്ട് തന്നെ പോയിട്ടോ. അയാളുടെ പ്രകടനം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് സമയം തുള്ളി. അങ്ങനെ അയാൾ അതാ കോഴീനെ മേടിച്ചു. അത് കുരുത്തി കൊടുക്കണേ അറുത്തു. അതാ കോഴിയുടെ തല അവരുടെ തറേൻ്റെ ഉള്ളിലേക്കാണ് ആ കോഴിയുടെ തല ഇടുന്നത് കേട്ടോ. അങ്ങനെ അതാ അറുത്തു, കടിച്ചു ഗായ്സ്. അങ്ങനെ അയാൾ പെട്ടെന്ന് ചുറ്റി വരുന്നുണ്ട് കേട്ടോ തറ. ഞങ്ങളെല്ലാവരും ബാക്കിലോട്ട് നിന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് കൂടെയാണ് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം വരുന്നത്. അതാ അങ്ങനെ അതും കണ്ടു. അങ്ങനെ അവർ വീണ്ടും ഫ്രണ്ടിലോട്ട് തന്നെ വന്നു. ഒരുപാട് സമയമാണ് തുള്ളിയതിന് ശേഷം ആ കോഴീനെപ്പോൾ ബാക്കിലോട്ട് എറിയുന്ന ഒരു സീന് കാണാം കേട്ടോ. കുമ്പിട്ട് നിന്നുകൊണ്ട്. ശരിക്കും അങ്ങനെയാണ് അത്ര അതിൻ്റെ ചടങ്ങ്. അതാ വലിച്ചെറിഞ്ഞു, നമസ്കരിച്ചു. അങ്ങനെ ഇത് സ്വീകരിക്കുന്ന 2 വ്യക്തികളുണ്ട് തറയുടെ അടുത്ത്. ഇവരെ ഈ കരിങ്കാളികൾ അവർക്ക് 2 പേർക്കും ലാസ്റ്റ് അവരോട് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് കരിങ്കാളി പോകുന്നത് കേട്ടോ. 2 ആളെ കൈ പിടിച്ച് നമസ്കരിച്ച് ആണ് തിരിച്ചു പോകുന്നത്. ഭയങ്കര ഒരു എഫക്റ്റുള്ളൊരു കരിങ്കാളിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ ഒരു ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുടുംബത്തിൽ നിന്ന് വഴിപാട് നേരുന്നതാണത്രേ. ഞങ്ങളുടെ ഇന്ന കാര്യം സാധിച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ ഇത്ര കരിങ്കാളിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, അല്ലെങ്കിൽ ഇവിടേക്ക് എത്തിച്ചോളാം എന്നുള്ള വഴിപാട് നേർന്നുകൊണ്ടാണ് ഈ കരിങ്കാളികൾ ആ ദേശത്തുള്ള പല ദേശങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് തന്നെ പല സ്ഥലത്തുനിന്നും വരുന്ന കരിങ്കാളികൾ ഇതിലുണ്ട് അത്ര കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം അവർ പറഞ്ഞത്.
അത് പുറപ്പെടുന്ന വീട്ടിൽ നിന്ന് അവിടെ നിന്ന് മലർപൂജയും കാര്യങ്ങളും നടത്തി ഉത്തമത്തിൽ ഇറങ്ങുകയും ഇവിടെ വന്ന് കുരുതി കൊടുത്ത് വീണ്ടും ആ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ കളിപ്പാട്ടമൊക്കെ കണ്ട് പിന്നെ പൂരപ്പറമ്പിൽ വന്നൊരു ഐസ്ക്രീം തിന്നുക എന്നുള്ളത് ഒരു മാന്യമായ കാര്യമാണല്ലോ, അതില്ലാതെ പോരാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. നേരെ വെടിക്കെട്ട് കാണാൻ പോകാം കേട്ടോ. അവിടെ പോയി ഇരിക്കാൻ പോകണം. വെടിക്കെട്ട് ഇപ്പോഴല്ല, 7 മണിക്കാണ്. പക്ഷേ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയി സീറ്റ് പിടിച്ചാലും നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇരുന്ന് സ്ഥലമൊക്കെ ഫിക്സ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അവിടെ താഴത്തുള്ളൊരു പാടത്തായിരുന്നു വെടിക്കെട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വെടിക്കെട്ടാണ് കേട്ടോ ഗൈസ്. അതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്.